ഇതൊരു കാത്തിരിപ്പാണ് കേട്ടോ. ആർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഇച്ചാന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വൈകിട്ട് ഒരു 6 മണി തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്ക് നോക്കും. 9:30 ആയോ 10 മണി ആവാറായോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല എന്നറിയെങ്കിലും ഇനി എത്ര നേരമുണ്ട് എന്നുള്ളതായിരിക്കും ചില സമയത്തുള്ള നോട്ടം. ഞങ്ങൾ അടുത്തറിയുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഒരു ബോണ്ട് ഭയങ്കര സംഭവമാണെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന ഒരു സത്യാവസ്ഥയാണ്. അങ്ങനെ കുറേ നേരം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. കുഞ്ഞിപ്പെണ്ണിനൊക്കെ ഉറക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇച്ചായൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇച്ചായൻ എനിക്ക് ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നത്. പക്ഷേ ആ സർപ്രൈസ് അത്ര ഗംഭീരമാവില്ല എന്ന് ഇച്ചായൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഇച്ചായൻക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചു വന്നതാണ്. അപ്പം അവിടെ നിന്ന് ഇച്ചായന് തോന്നി ഇത് സൈസിൽ ചെറുതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോൾ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ, സൈസ് ചെറുതായിരുന്നു. അങ്ങനെ നമ്മളത് മാറ്റി വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇതിന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ കൈയിട്ട് വാരി കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇച്ചാൻ്റെ പാത്രത്തിൽ നിന്ന് ഫുഡ് അടിക്കുന്ന സമയത്തുള്ള വർത്തമാനം കൂടാണ്ട് ബാക്കി വർത്തമാനം റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉറക്കം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പതുക്കെ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് എഴുന്നേൽപ്പിക്കാണ്ട് ഞാൻ ഐസായിട്ട് അവളെ വീണ്ടും ഉറക്കാനായിട്ട് തീരുമാനിച്ചു. അതല്ലെങ്കിൽ നമുക്കിന്ന് ശിവരാത്രി ആയിരിക്കും. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ എന്നുള്ളത് നമുക്ക് വലിയ ടാസ്ക്കാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരൊറ്റ ഒരു കാര്യം ഇത് മാത്രമാണ്. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് അവൾ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് അവളെ കിടത്താം. ഇനി നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവൾ വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്കിനി ഉറങ്ങിയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു.